അൽഹാക്കുമുത്തക്കാസുർ, അൽഹാക്കും നിങ്ങൾക്ക് തടസ്സമുണ്ടായിരിക്കുന്നു, നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു. അത്തക്കാസുർ, തക്കാസുർ എന്ന് പറഞ്ഞാൽ അത്തഫാഹുർ എന്നാണ് അർത്ഥം. അതായത് പരസ്പരം പെരുമ നടിക്കുക. പരസ്പരം പെരുമ നടിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങൾ ആരാന്നറിയാവോ? ഞങ്ങൾ വലിയ കുടുംബക്കാരാണ്, ഞങ്ങൾ നാട്ടിൽ വലിയ പൈസക്കാരാണ്, ഞങ്ങളുടെ വാപ്പാക്ക് ഭയങ്കര പൈസയൊക്കെ ഉണ്ടായിരുന്നു, എസ്റ്റേറ്റൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ വലിയ ബിസിനസ്സുകാരാണ്, എൻ്റെ ഉപ്പുപ്പാക്ക് ആന ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ സ്വന്തത്തെ പറ്റിയും സ്വന്തം കുടുംബക്കാരെ പറ്റിയൊക്കെ ഇങ്ങനെ പൊങ്ങച്ചം പറയുക. ആ പൊങ്ങച്ചം ഇങ്ങനെ പറയും. എത്രത്തോളം പറയും എന്ന് പറഞ്ഞാൽ, ഈ ഖുറൈശികളുടെ അന്നത്തെ കാലത്ത് ഖുറൈശികളുടെ കൂട്ടത്തിൽ ഒരു ദുരാചാരമുണ്ടായിരുന്നു. ഈ ഖുറൈശികളിൽപ്പെട്ട ആളുകൾ പരസ്പരം ഇങ്ങനെ ഫഖ്റ് പറഞ്ഞിട്ട്, അഹങ്കാരം, പൊങ്ങച്ചം പറഞ്ഞിട്ട് മരിച്ചുപോയ അവരുടെ പൂർവ്വ പിതാക്കന്മാരുടെ ഖബറിൻ്റെ അടുക്കൽ പോയിട്ട് പറയും, ഇതാ ഇത് നമ്മുടെ ഇന്നാലിൻ്റെ ഉപ്പാപ്പയാണ്, അയാൾ വലിയ ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഖുർആൻ പറയാണ്, അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു, നിങ്ങളിങ്ങനെ പരസ്പരം പൊങ്ങച്ചം പറയുന്ന കാര്യം. എവിടം വരെ? ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ മരണപ്പെട്ട് ഖബറിലെത്തുന്നത് വരെയും നിങ്ങൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളെ കുടുംബക്കാരെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ സ്വഭാവം അതല്ല. നമുക്കെല്ലാ കാര്യവും നമുക്ക് അധികം വേണം. ഇപ്പോഴത്തെ ഒരു സ്വഭാവമാണ്. അതായത് എന്ത് കാര്യം നമുക്ക് കിട്ടിയാലും അത് അധികം കിട്ടണം. ഇപ്പോൾ ഫോൺ ഉണ്ടാകുമ്പോൾ നമുക്ക് നേരത്തെ ഒരു ഫോൺ മതിയായിരുന്നു, ഇപ്പോൾ നമ്മുടെ കയ്യിൽ 2, 3 ഫോൺ ഉണ്ടാവും. ഡ്രസ്സ്, നമുക്കിപ്പോൾ പഴയ കാലത്തൊക്കെ ആളുകൾക്ക് എത്ര ഡ്രസ്സ് ഉണ്ടാവും? 1, 2, 3 ഷർട്ടൊക്കെ ഉണ്ടാവും. നമ്മുടെ വാപ്പമാർ, ഉപ്പാപ്പമാർ, അവർക്ക് ഒരു ജോഡി ഡ്രസ്സേ ഉണ്ട്, ഒരു ജോഡി ചെരുപ്പേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ APJ അബ്ദുൽ കലാമിനെ പറ്റി പറയുന്നുണ്ട്. APJ അബ്ദുൽ കലാമിന് ഒരു ജോഡി ചെരുപ്പേ ഉണ്ടായിരുന്നുള്ളൂ, 3 ഷർട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ 3 പാൻറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ ആരാണ്? ഇന്ത്യയുടെ ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടിരുന്ന ആളാണ്. ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു, പ്രതിരോധ മന്ത്രി, ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്നു, അതുപോലെ രാഷ്ട്രപതിയായിരുന്നു, അതുപോലെ സയൻറ്റിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അയാളുടെ ജീവിതത്തിൽ പറയുന്ന കാര്യമാണത്. എന്നൊരു ക്ലോക്ക് ഉണ്ടായിരുന്നു, അത്രേ, ഒരു അലാറം, ഒരു ടൈം പീസ്. അപ്പോൾ അങ്ങനെ വളരെ ലളിതമായി ജീവിച്ച ആളുകൾ ഇപ്പോഴും ഈ കാലത്തും ജീവിക്കേണ്ട അങ്ങനെ. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ. പക്ഷെ നമുക്കതൊന്നും പോരാ. ഖുർആൻ പറയാണ്, നമുക്ക് എത്ര കിട്ടിയാലും അത് അധികം കിട്ടണമെന്ന ചിന്തയുണ്ടാകും. ആ ചിന്ത എത്രത്തോളം നമുക്കുണ്ടാകും? നമ്മളെ മരണം വരെ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ നമുക്ക് കാറുകളുടെ കളക്ഷൻസ് തന്നെ, കുറേ കാറുകൾ. നമുക്ക് ഇപ്പോഴീ ഓൺലൈൻ മീഡിയകൾ, ഓൺലൈൻ മാർക്കറ്റുകൾ അധികരിച്ച കാലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ധാരാളം സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? മേടിച്ച് കൂട്ടുകയാണ്. അപ്പോൾ നമുക്കെല്ലാം അധികമാണ്. ആ ഒരു സ്വഭാവം നമ്മളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു എന്നും ഈ ആയത്തിന് അർത്ഥമുണ്ടെന്ന് മഹാന്മാർ പറയുന്നു. എല്ലാ കാര്യങ്ങളും അധികം. നേരത്തേക്ക് ആവശ്യത്തിനേ ഉണ്ടായിരുന്നു. ഷർട്ട് ഒരുപാട് ഷർട്ട്, പാൻറ് ഒരുപാട് പാൻറ്, പേനയാണെങ്കിൽ ഒരുപാട് പേന, പിന്നെ അങ്ങനെ എല്ലാം ഒരുപാട് നമുക്കുണ്ട്. പെർഫ്യൂം ആണെങ്കിൽ ഒരുപാട് പെർഫ്യൂം. പണ്ടൊക്കെ ഒരാളെ കയ്യിൽ ഒരു ചെറിയ പെർഫ്യൂം ഉണ്ടായിരുന്നു, ഇന്നങ്ങനെയല്ല, ഒരുപാട്. അപ്പോൾ അങ്ങനെ ആ ഒരു സ്വഭാവം, നമ്മളെ ദുനിയാവിനോടുള്ള ആ ഒരു ആർത്തിയുള്ള സ്വഭാവം നമ്മളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഏതുവരെ? സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും സംയുക്തമായി നിവേദനം ചെയ്യുന്നൊരു ഹദീത്തുണ്ട്. അൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ലൗ അന്ന ലിബ്നി ആദമ വാദിയൻ മിൻ ദഹബിൻ ലഹബ്ബ അൻ യകൂന ലഹു വാദിയാൻ വലൻ യംലഅ ഫാഹു ഇല്ല തുറാബ് വയതൂബുല്ലാഹി അലാ മൻ താബ. കണ്ടോ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്താണ് മഹാൻ പറയുന്നത്? ഒരു മനുഷ്യന് സ്വർണത്തിൻ്റെ ഒരു താഴ്വാരം ലഭിച്ചു. ഒരു താഴ്വര, സ്വർണത്തിൻ്റെ ഒരു താഴ്വര അയാൾക്ക് ലഭിച്ചു. അപ്പോൾ അയാൾ ആഗ്രഹിക്കുകയാണ്, ഇനി രണ്ടാമതൊരു താഴ്വര കൂടി ലഭിച്ചിരുന്നെങ്കിൽ സ്വർണത്തിൻ്റെ
വേറൊരു താഴ്വര കൂടി എനിക്ക് സ്വർണത്തിൻ്റെ കിട്ടിയിരുന്നെങ്കിൽ എന്നയാൾ ആഗ്രഹിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അയാൾക്ക് മനസ്സ് നിറയ്ക്കുന്നത് എപ്പോഴാണ്? അയാളെ മനസ്സ് നിറയുന്നത് എപ്പോഴാണ്? അയാളെ കവറിൽ കൊണ്ടുവച്ച് അത് മൂടുമ്പോൾ മാത്രമേ അയാളുടെ വായ നിറയുകയുള്ളൂ. അത്രയ്ക്കും അയാളുടെ ആഗ്രഹങ്ങൾ അത്രയ്ക്കും ഉണ്ടാകും.